സഹായിച്ചവരുണ്ട്, സഹായിക്കാത്തവരുണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്, എല്ലാവരും ഒന്നിച്ചാണ് പോകുന്നത്. ഞങ്ങളുടെ ലക്ഷ്യം, സംസ്ഥാന കമ്മിറ്റിയുടെ ലക്ഷ്യം, കേരളത്തിലെ വ്യാപാരികളെ ഏതറ്റം വരെ സഹായിക്കാം, നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഏതെല്ലാം തരത്തിൽ പരിഹരിക്കാം, അതിന് മാത്രമാണ് മുൻതൂക്കം, മറ്റൊന്നിനും മുൻതൂക്കമില്ല. അതൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആരാകുന്നു എന്നുള്ളതിന് യാതൊരു പ്രശ്നവുമില്ല. അത് ആരുടെ അജണ്ടയിലില്ല. ഇന്ന ആളെ ഇന്ന സ്ഥാനത്തിരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയോട് പ്രവർത്തിക്കുന്ന ഒരാളും സംസ്ഥാന കമ്മിറ്റിയിലില്ല. എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ 10 ലക്ഷത്തിലധികം വരുന്ന വ്യാപാരികളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എങ്ങനെ പരിഹരിക്കാം, അവയ്ക്ക് എന്തെല്ലാം പരിഹാര പ്രശ്നങ്ങൾ, അവ ഞങ്ങൾ കൂട്ടായി ആലോചിച്ചു. ഒരു മേശയ്ക്ക് ചുറ്റും ഒരു കൂട്ടായി ആലോചിച്ചു, ഒരു അജണ്ടയും ഇല്ലാതെ ആലോചിച്ചു, ചർച്ച ചെയ്തു. എല്ലാ തരങ്ങളിലും ഉണ്ടായ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് പാലക്കാട് ഞങ്ങൾ സംസ്ഥാന ഭാരകൾ ഒന്നിച്ചുകൂടി. 2 സംസ്ഥാന ഭാരവാഹികളും ഇന്ന് ഈ വേദിയിലുണ്ട്. വളരെ സ്നേഹത്തോട് രണ്ടുപേരും പോകുന്നു, സമവായം പൂർണ്ണമായി. അപ്പൊ നമ്മുടെ മനസ്സിൽ അജണ്ടയില്ലെങ്കിൽ, എന്നാൽ ഐക്യത്തോട് വന്ന ഒരോട്ട് പോലും ചലഞ്ച് ചെയ്യാതെ, മനസ്സിലാക്കണം നിങ്ങൾ, 600-ലധികം ആളുകൾ പങ്കെടുത്ത വോട്ടിൽ ഒരോട്ട് പോലും ചലഞ്ച് ചെയ്യാതെ എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ ഉണ്ടായ പരാതികൾ മുഴുവൻ ഒരു പരാതി പോലും അവശേഷിപ്പിക്കാതെ ഏതെല്ലാം പരാതി വന്നോ ആ പരാതിയുടെയൊക്കെ മുന്നിൽ വളരെ നെഞ്ചുറപ്പോടെ സംസ്ഥാന കമ്മിറ്റി നിന്നു. അത് ഇണങ്ങിയും പിണങ്ങിയും അവയൊക്കെ പരിഹരിച്ചു. അപ്പം അതുകൊണ്ട് എന്ത് പറ്റി? തെരഞ്ഞെടുക്കപ്പെട്ടു വന്നപ്പോൾ ആ ജില്ലാ കമ്മിറ്റിക്ക് അതിശക്തമായി മുന്നോട്ട് പോകാൻ പറ്റും. അത് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഏറെ ഗുണകരമായി നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള കുടുംബ സുരക്ഷാ പദ്ധതി, അതിന് ജന്മം നൽകിയ കാർമ്മികത്വം വഹിച്ചിട്ടുള്ള ശ്രീ കുഞ്ഞാവാജി ഇവിടെ ഉണ്ട്. മലപ്പുറം ജില്ലയിലാണ് ഈ തരത്തിൽ ബൃഹത്തായ ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് ആ പദ്ധതി ആരംഭിക്കുന്നത് തന്നെ. അവിടുത്തെ ആ വിജയകരമായ നടത്തിപ്പിന്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളൊക്കെ അതിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തെ വളരെയധികം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ആ പദ്ധതി ഗുണകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ വളരെ ശ്രദ്ധയോടുകൂടി മുഴുവൻ യൂണിറ്റ് ഭാരവാഹികളും മേഖലാ ഭാരവാഹികളുമൊക്കെ അതിന് വളരെ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. വിശദമായ ഒരു ചർച്ചയിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. 2022-24 കാലയളവിലെ കൗൺസിൽ യോഗം നടക്കുമ്പോൾ ഞാൻ 2 വരി മാത്രമേ അന്ന് പ്രസംഗിച്ചുള്ളൂ. സംസ്ഥാനത്തിന്റെ സെക്രട്ടറിയിൽ നിന്ന് വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറി ശ്രമിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിർവഹിക്കുന്നത് അല്പം കഠിനമാണ് എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഏതാണ്ട് 40ഓളം ആളുകൾ വേദിയിൽ ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ പ്രബുദ്ധമായ ഒരു സദസ്സുമാണ് നമ്മുടെ മുൻപിലുള്ളത്. ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞ് സ്വാഗതം ചെയ്യുക എന്നുള്ളത് ആണ് എൻ്റെ കർത്തവ്യം. അതിൽ ഞാൻ കൃത്യവിലോപം കാണിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതും ഞാൻ വളരെ വിനീതമായി അറിയിക്കട്ടെ. നമ്മുടെ റിപ്പോർട്ടും കണക്കും കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ നമ്മൾ അവതരിപ്പിച്ച് പാസ്സാക്കി എന്നുള്ളത് കൊണ്ട് റിപ്പോർട്ടും കണക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ വായിച്ച് പാസ്സാക്കേണ്ടതായ കാര്യങ്ങൾ ഇനിയുമില്ലല്ലോ. എങ്കിലും റിപ്പോർട്ടിൻ്റെ മുഖവുരയിൽ പറയുന്ന ഒരു ഭാഗം മാത്രം വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് വളരെ വേഗം കടന്നുകൊള്ളാം എന്ന് ഞാൻ അറിയിക്കട്ടെ. 1981 മുതൽ നാം ഒന്നു ചേർന്ന 4 പതിറ്റാണ്ടുകളിലൂടെ സംഘടനയോടൊപ്പം ചെയ്ത യാത്രയിൽ സുപ്രധാനമായ ചില നാഴികക്കല്ലുകൾ പിന്നിടുവാൻ കഴിഞ്ഞതിൻ്റെ വർദ്ധിത ചാരിതാർത്ഥ്യത്തോടെയും സന്തോഷത്തോടെയുമാണ് ശ്രീ രാജു അപ്സരയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ഭരണസമിതിയും ശ്രീ എസ് ദേവരാജന്റെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലാ ഭരണസമിതിയും വ്യാപാരി സമൂഹത്തെയും കേരളത്തിലെ പൊതുസമൂഹത്തെയും അഭിസംബോധന ചെയ്യുന്നത്. വാണിജ്യ മന്ത്രാലയ രൂപീകരണം, വ്യാപാര മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ വിദഗ്ധ സമിതിയെ രൂപീകരിക്കുവാനുള്ള നയപരമായ തീരുമാനം, ചെറുകിട വ്യാപാരികൾക്കായി മിതമായ പലിശ നിരക്കിൽ വായ്പാ സൗകര്യം തുടങ്ങിയ ചരിത്ര പ്രാധാന്യമുള്ള പ്രഖ്യാപനങ്ങളിലേക്ക് കേരള സർക്കാർ എത്തിയത് ഇച്ഛാശക്തിയോടെയുള്ള ഒരു നേതൃത്വം, നിരന്തരമായി ഉയർത്തിയ ശബ്ദത്തിന്റെയും പ്രതീക്ഷ കൈവിടാതെ നടത്തിയ ഇടപെടലുകളുടെയും ഫലമാണ്.
ചരിത്രത്തിൽ ആദ്യമായി ചെറുകിട വ്യാപാര മേഖല എന്ന തലക്കെട്ടിൽ ഒരു ഖണ്ഡിക തന്നെ കേരള ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഇടം പിടിച്ചത് പക്വമായ സമീപനങ്ങളിലൂടെ നാം സംഘാതമായി നടത്തിയ ഇടപെടലുകൾ മൂലമാണ്. കേരളത്തിലെ സംരംഭക മേഖലയുടെ ചരിത്രത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ നാഴികക്കല്ലുകളായി ഈ നേട്ടങ്ങൾ സ്ഥാനം പിടിച്ചു. കഴിഞ്ഞ 2 വർഷം സംഘടനയോടൊപ്പം ജില്ലാതലത്തിൽ നാം നടത്തിയ യാത്രയിലും സുപ്രധാനമായ ചില നാഴികക്കല്ലുകൾ പിന്നിട്ട കാലയളവ് എന്ന അഭിമാനത്തോടെ പറയാവുന്ന ഒരു ഘട്ടം. സ്നേഹസ്പർശം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതി, സംസ്ഥാന ട്രഷറർ പദവി ഇദം പ്രഥമമായി കൊല്ലം ജില്ലയിൽ, വ്യാപാര ഭവൻ നിർമ്മാണം, കമ്പ്യൂട്ടർവൽക്കരിച്ച ഓഫീസ് സംവിധാനം, മികച്ച സംഘടനാ പ്രവർത്തനത്തിന് ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഉൾപ്പെടെ സുപ്രധാനവും ചിട്ടയോടെയുമുള്ള ചുവടുവയ്പ്പുകളാണ് ഇവയിൽ ചിലത്. കാലഘട്ടത്തിന്റെ ചൂണ്ടുപലകളായി യാത്രയിലുടനീളം ജില്ലയിലെ നേതൃത്വത്തിന് ഊർജവും ആവേശവും പകർന്ന സംഘടനയോടൊപ്പം നിലയുറപ്പിച്ചത് ജില്ലയിലെ മുഴുവൻ അംഗങ്ങളും വിവിധ യൂണിറ്റ് മേഖലാ നേതൃത്വവുമാണ്. ഇവിടെ കൃത്യമായിട്ട് നമുക്ക് പങ്കുവയ്ക്കാനാകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യ ഖണ്ഡിക തന്നെ വായിച്ച് സ്വാഗത പ്രസംഗത്തിലേക്ക് കടന്നുകൊള്ളാമെന്ന് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ 2 വർഷക്കാലം കേരളത്തിലെ ഒരു ശരാശരി ചെറുകിട വ്യാപാരിയുടെ മൂല്യവർദ്ധനവിന്റെ കാലഘട്ടമാണ് എന്ന് നമ്മൾ എടുത്ത് പറയേണ്ടതും നമ്മൾ മനസ്സിൽ കുറിച്ചിടേണ്ടതുമായ ഒരു വസ്തുതയാണ്. ഇതിൽ ഉണ്ടായിട്ടുള്ള വർധനവ് ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ നമ്മുടെ ഒരു മൂല്യവർദ്ധനവിന്റെ കാലഘട്ടമാണ് എന്നുള്ളത് കൊണ്ട് ഒരു വ്യാപാരിയുടെ മൂല്യവർദ്ധനവ് എന്ന് പറയുന്നത് ആ വ്യാപാരി ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ കൂടിയാണ് എന്നുള്ളത് കൊണ്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ മൂല്യവർദ്ധനവിന്റെ ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് കഴിഞ്ഞ 2 വർഷത്തെ തർക്കമില്ലാതെ വിളിക്കാവുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ മൂല്യവർദ്ധനവിന് കാരണക്കാർ സംസ്ഥാന തലത്തിൽ ഇതിന് നേതൃത്വം നൽകിയ ഒട്ടുമിക്ക ആളുകളും തന്നെ ഈ വേദിയിൽ ഇന്ന് ഇവിടെ സന്നിഹിതരാണ്. നമ്മുടെ ഹോളിന്റെ ഇടതുവശത്ത് ഇപ്പോൾ ബദറണ്ണ അല്പം മുൻപ് പാടിയതുപോലെ ഇലയില്ലെങ്കിൽ മരമില്ലല്ലോ, തണലില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ഈ മരങ്ങൾ, ആ മരത്തിലെ ചില്ലകളിലുള്ള ഓരോ ഇലകളും ഓരോ പ്രദേശത്ത് തണൽ മരങ്ങളായി തണൽ വീഴ്ത്തി അനേകം വ്യാപാരികൾക്ക് തണലേകിയവരാണ് ഈ മുൻനിരയിലിരിക്കുന്ന നമ്മുടെ സംസ്ഥാന ഭാരവാഹികളെല്ലാവരും. വളരെ സന്തോഷത്തോടുകൂടി സംസ്ഥാനത്തിന്റെ ഭാരവാഹികളെ സ്വാഗതം ചെയ്യുന്നതിന് മുൻപ് ഔപചാരികതയുടെ പേരിൽ ജില്ലയുടെ പ്രസിഡന്റും കഴിഞ്ഞ 2 വർഷം ഉറച്ച കാൽവയ്പ്പുകളോടുകൂടി നമ്മുടെ യാത്രയിൽ കൃത്യമായ ഇടപെടലുകളും കൃത്യമായ അഭിപ്രായങ്ങളും ഉറച്ച കാൽവയ്പ്പുകളുമായി നമ്മളോടൊപ്പം ചേർന്ന് നടന്ന, നമ്മുടെ മുൻപിൽ എന്ന് പറയുന്നത് അല്പം കടന്നു പോകുമെങ്കിലും മുൻപിലല്ല, അദ്ദേഹം നമ്മളോടൊപ്പം ചേർന്ന് നമ്മളെ നയിച്ച ശ്രീ എസ് ദേവരാജൻ അവറുകളെ ഈ ജില്ലാ കൗൺസിൽ യോഗത്തിലേക്ക് ഔപചാരികതയുടെ പേരിൽ ഞാൻ വിനീതമായി നാം ഒരുമിച്ച് നടത്തിയ ഈ യാത്രയിൽ ഊർജവും ആവേശവും പകർന്ന് സംഘടനയോടൊപ്പം നിലയുറപ്പിച്ചത് വിവിധ യൂണിറ്റ് മേഖലാ നേതൃത്വവും ജില്ലയിലെ മുഴുവൻ അംഗങ്ങളുമാണ്. ഏകോപനത്തിന്റെ അർത്ഥം മനസ്സിലാക്കി നീങ്ങുന്ന ഒരു പറ്റം വ്യാപാരികളാണ് ഭൂരിഭാഗം യൂണിറ്റുകളിലുമുള്ളത്. എന്നാൽ ചുരുക്കം ചിലയിടങ്ങളിൽ അനഭിലഷണീയമായ പ്രവണതകൾ രൂപപ്പെടുന്നതും നാം ഉത്കണ്ഠയോടെ കാണേണ്ടതുണ്ട്. വ്യത്യസ്തങ്ങളായ ആശയങ്ങളും വീക്ഷണങ്ങളും അംഗങ്ങൾക്കിടയിൽ ഉണ്ടാവുക സ്വാഭാവികം. ഏകോപനം എന്ന പദത്തിന്റെ ശക്തിയും ഭംഗിയും തിരിച്ചറിയേണ്ടത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. വ്യക്തികൾക്കല്ല, സംഘടനയ്ക്കും അത് ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾക്കുമാണ് പ്രാധാന്യം എന്ന ബോധ്യത്തിലേക്ക് നാം കടക്കണം. വിഘടന ചിന്തകൾ മൂലം ദുർബലമാകുന്ന ഇടങ്ങളിൽ സംരക്ഷകരുടെ വേഷത്തിൽ കടന്നു വരുന്നവരുടെ ലക്ഷ്യം ഈ പ്രസ്ഥാനത്തിന്റെ തകർച്ചയാണെന്നത് ചരിത്രം നമുക്ക് പകർന്നു നൽകിയ ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ കൗൺസിൽ യോഗത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള യൂത്ത് വിങ്ങിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സലീം രാമനാട്ടുകരെ ഇപ്പോൾ നമ്മുടെ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോജോ കെ